8-ാം ദിവസം അന്വേഷണം. മനുഷ്യനെ അന്വേഷിച്ചിറങ്ങിയ ദൈവത്തെയാണ് ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നത്. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൽ ദാമു റൈറ്റർ എന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് മകൻ ദാസനെ പഠിപ്പിച്ച് വലിയ ആളാക്കി മാറ്റണം എന്നത്. എന്നാൽ ദാസനാകട്ടെ മെട്രിക്കുലേഷൻ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഒരു നക്സലേറ്റ് പ്രസ്ഥാനത്തിൽ ചേരുകയാണ്. പിന്നീട് നാട്ടിൽ നടക്കുന്ന പല കുഴപ്പങ്ങളിലും ദാസന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. നോട്ടപ്പുള്ളിയായ അയാളെ അന്വേഷിച്ച് ദാമുവിൻ്റെ വീട്ടിലും പോലീസ് എത്തുകയാണ്. അയാൾക്കത് താങ്ങാനാകുന്നില്ല. പിന്നീട് രാത്രിയിൽ എപ്പോഴോ ദാസൻ വീട്ടിലെത്തുമ്പോൾ നിയന്ത്രണം വിട്ട് അയാൾ ദാസനോട് പറയുന്നു, ഇന്നു മുതൽ നീ ഈ വീടിൻ്റെ പടി കയറി പോകരുത്. നീ മൂലം പോലീസ് വരെ ഈ വീട്ടിൽ കയറി ഇറങ്ങിയിരിക്കുന്നു. അപമാനിതനായി ദാസൻ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ദാമു റൈറ്റർക്ക് ഉറക്കം വരുന്നില്ല. ഈ രാത്രിയിൽ മകൻ എവിടെയായിരിക്കും കിടക്കുക എന്ന് അയാൾ വ്യാകുലപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അയാൾ ഇറങ്ങുകയാണ്, ഒരു ചൂട്ടും കത്തിച്ച് ദാസൻ എവിടെയാണ് എന്നന്വേഷിച്ച്. ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യനെ ദൈവവും അന്വേഷിച്ചിറങ്ങിയ ദിവസമാണ് ക്രിസ്മസ്. ഈശോയുടെ മനുഷ്യവിതാരം ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. മനുഷ്യരെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവത്തെയാണ് ക്രിസ്മസ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ ആ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമാകുവാൻ ഒരാൾക്കാകുക പരാതികളും പരിഭവങ്ങളും പകയും വെറുപ്പും മറന്ന് അകന്നു പോയവരെ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ്. ഉപാധികളില്ലാതെ അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ്. ക്രിസ്മസ് വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, സത്യം അന്വേഷിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം സ്വാധീനിക്കുക, അല്ലെങ്കിൽ സത്യം അന്വേഷിച്ചിറങ്ങുന്ന ഹൃദയമാണ് ദൈവത്തെ കണ്ടെത്തുക. അത് ജ്ഞാനികൾക്ക് വേണ്ടി നക്ഷത്രമായി തെളിഞ്ഞതുപോലെയും ഇടയന്മാർക്ക് വേണ്ടി ദൂത സന്ദേശമായതുപോലെയും ഇന്നും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു വെളിച്ചമായി കത്തുന്നുണ്ട്. പുൽക്കൂടിൻ്റെ എളിമയിൽ വിനീതമായ ഹൃദയത്തിൽ നമ്മുടെ അന്വേഷണം പൂർത്തിയാകുന്നു. അറിവോ അധികാരമോ അല്ല, പിന്നെയോ സ്നേഹവും എളിമയുമാണ് ഈ അന്വേഷണത്തിൻ്റെ വിജയരഹസ്യം. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവത്തെയും മനുഷ്യരെയും അന്വേഷിച്ചിളങ്ങാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.